ഇത് ഈ കാണുന്ന ഐറ്റം ഒന്ന് നോക്കി വെച്ചോ. ഇവനാണ് ഇന്ന് റോക്കി പുറത്താവാനും സിജോയ്ക്ക് അടി കിട്ടാനും കാരണം. വളിച്ച പുലാവ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ അപ്സരയും റോക്കിയും തമ്മിൽ ഇപ്പൊ ലൈവിലൊരു വാഗ്വാദം നടക്കുന്നുണ്ടായിരുന്നു. വാഗ്വാദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു. അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ കിച്ചൺ ടീമിനെ ഇതുവരെ സിജോ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സിജോ. പവർ ടീം ആണെങ്കിലും പഴയ ടീം തന്നെയാണ് ഇപ്പോഴും. പുതിയ ടീം ചാർജ് എടുത്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എക്സ് ക്യാപ്റ്റൻ ആയിട്ടുള്ള അപ്സര ചൂടാക്കി എന്തോ ഫുഡ് ഇവർക്ക് കൊടുത്തു. അത് വളിച്ചു പോയ ഒരു പുലാവായിരുന്നു. റെസ്റ്റോറന്റ് മെയ്ഡ് പുലാവാണ്, അവിടെ ഉണ്ടാക്കിയതല്ല. റോക്കിയും അർജുനും കുറെ നേരം മുന്നേ പീനട്ട് ബട്ടർ സാൻഡ്വിച്ച് കഴിക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടേ ഇല്ലായിരുന്നു ഇതുവരെ ലൈവില്. ഇപ്പോഴാണ് എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇതുപോലൊരു അടി പൊട്ടുന്നത് ഇവര് തമ്മിൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാതെ പട്ടിണി കിടന്ന് വട്ടായിട്ടാണ് ഇതേപോലെ ഒരു അടി പൊട്ടുന്നത്. വളിച്ചതും പുളിച്ചതുമായിട്ടുള്ള ഫുഡ് ചൂടാക്കി ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്സരയും റോക്കിയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം കുടുംബത്തിലുള്ളവരെ പറയുന്ന ലെവലിലേക്കൊക്കെ വരെ പോകുന്നുണ്ട്. പിന്നെ വളരെ ഹാർഷ് ആയിട്ടുള്ള ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്സര റാസ്കൽ എന്ന് വിളിക്കുന്നുണ്ട് റോക്കിനെ. പിന്നെ റോക്കി ആണെങ്കിലും അപ്സരനെ കുറെ ഔട്ട് ഓഫ് ദ ലൈൻ ആയിട്ട് അതും ഇതൊക്കെ പറഞ്ഞു. നീ വെറും ഒരു നടി, നീ വെറും ഒരു ഇതെന്നൊക്കെ പറഞ്ഞു. ഒരു DFK-നെയൊക്കെ ഓർമ്മ വന്നു. ഭർത്താവിനെയൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു. അപ്സരയൊക്കെ ചാടി നിൽക്കുകയായിരുന്നു. നിനക്ക് അറിയത്തില്ലടാ റോക്കി, പോയി തരത്തിൽ പോയി കളിക്കുന്ന ആ ചെള്ളു ചെക്ക എന്നൊക്കെ പറഞ്ഞ് അപ്സര ഒരു സൈഡിൽ കൂടി മാസ് കാണിച്ചു റോക്കിയുടെ അടുത്ത്. പിന്നെ സിജോയ്ക്ക് കൊടുക്കുന്ന അടി, അത് വഴിയൂടെ പോയ വള്ളി സിജോ ഏറ്റി പിടിച്ച് മേടിച്ചതാണ് എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്രയും നേരം ഈ ഒരു അടി കണ്ടപ്പോ. അപ്സരയ്ക്ക് ഒരെണ്ണം കൊടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ അപ്സരയ്ക്ക് ഒരെണ്ണം കൊടുക്കാനാണ്. പക്ഷെ അത് വേറെ വകുപ്പാവും. അത്രയ്ക്ക് ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു ഇവര് തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. റോക്കി ഇപ്പൊ അപ്സരയ്ക്ക് ഒരെണ്ണം കൊടുക്കും എന്നുള്ള ഒരു ലെവലിലേക്ക് വരെ ഇവരിങ്ങനെ തമ്മിൽ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. വളിച്ച പുലാവിന്റെ പേരിൽ പൊട്ടുന്ന അടി ഇനി ഏത് ലെവല് വരെ പോകുമെന്ന് കണ്ടു തന്നെ അറിയാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.